അപ്പോ നമസ്കാരം. കേരള സ്റ്റോറി സെക്കൻഡ് ട്രെയിലറൊക്കെ ഇറങ്ങിയായിരുന്നു, കുറെ പേര് കണ്ടു. ഒരു ഭയങ്കര വിവാദത്തിലൊക്കെ ആയിട്ടിരിക്കുകയാണ് സംഭവം. ഫസ്റ്റ് ഇറങ്ങിയപ്പോഴും ഇതേ സെയിം സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അന്ന് മൂവി ഇറങ്ങി, ഇപ്പോൾ അതേപോലെ സംഭവിക്കുന്നു തോന്നുന്നു. എന്തായാലും ഒരുപാട് പേര് പ്രതികരിച്ചിട്ടുണ്ട്. ആ വീഡിയോസ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആളുകളുടെ പ്രതികരണം എങ്ങനെയാണ്, അല്ലെങ്കിൽ ട്രോൾ വഴിയുള്ള പ്രതികരണം എങ്ങനെയാണ്, എല്ലാം നമുക്കൊന്ന് ഒരുവിധം ഒന്ന് വിലയിരുത്താം. ഓക്കെ, എന്താണ് സംഭവം നടക്കുന്നത് നമ്മളൊന്ന് അറിയണമല്ലോ. അപ്പൊ എന്തായാലും ചെക്ക് ചെയ്യാം. ഓക്കെ, ആദ്യത്തെ കുറച്ച് ഫണ്ണി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാൻ നോക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ഈ പൊറോട്ടയും ബീഫ് റോസ്റ്റും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മലയാളികൾക്ക് അത് വെറും ഒരു ഭക്ഷണം. വീഡിയോ കാണിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഹംഗ്രി മൃണാള്, നമ്മുടെ മൃണാള് കേട്ട് അങ്ങനെ തിരിയുന്നില്ല ചങ്ങായിയുടെ. അപ്പോ മലയാളികളുടെ സ്വന്തം പൊറോട്ടയും ബീഫും 139 രൂപ. ഇനിയിപ്പോ മൂപ്പര് അതി കയറി പിടിച്ചിട്ടുണ്ട്. അതായത് നല്ല ചുളുവിനൊരു കിഡിലൻ ഒരു പ്രൊമോഷൻ സെറ്റ് ആയിട്ടിരിക്കുകയാണ്. എന്തായാലും അത് പൊളിച്ചേട്ടോ. ഫിറോസിക്കയുടെ ഒക്കെ വീഡിയോ ഉണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി റെഡി. അപ്പൊ നമുക്ക് അടുത്ത് നോക്കാം. സ്നേഹ ഉണ്ണികൃഷ്ണൻ. കുറെ പേര് തിന്ന് പ്രതിഷേധിക്കുക. അല്ല പിന്നെ ഇതൊക്കെയാണ് നടക്കുന്ന കാര്യമാണോ നമ്മുടെ കേരളത്തില്? അടുത്ത വിഷ്ണു ജോഷി. ഒരു ബീഫ് റോസ്റ്റ് നമ്മുടെ എന്താ പറയാ 2020 മോഹൻലാൽ വരുന്ന ആ ഒരു BGM ഇട്ടേക്കുന്നത്. അത് കേരളം തന്നെ നമുക്ക് എന്തോ ഒരു തിരിച്ചൊരു നല്ലൊരു അടി കൊടുക്കുന്ന ഒരു ഫീല് കിട്ടുന്നുണ്ട് ആ ഒരു BGMിലൂടെ. ഒന്ന് പൊറോട്ട പിന്നല്ല ബീഫ് റോസ്റ്റിൽ തേങ്ങാക്കൊത്ത് കുറച്ചിട്ടാൽ മതി. അതിന് പകരം കുറച്ച് ബീഫ് കയറ്റി. നിർത്തണം ഏരപ്പാളികളെ. നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമത്തിന് കൊള്ളുകയല്ല എന്റെ മക്കളെ. രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി വിടല്ലേ പുലയാടി മോനെ. ഈ സത്യം പറഞ്ഞ എഴുതിക്കുന്നുണ്ടോ? കേരള സ്റ്റോറി ഇട്ടിട്ട് കട്ട് ചെയ്തിട്ട് നോർത്ത് ഇന്ത്യ സ്റ്റോറി പറഞ്ഞിട്ട് ടിക്കറ്റ് വെച്ചേക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നടക്കുമെന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവിടെ തികയുന്നില്ല ബീഫ്. നിങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ക്രിസ്ത്യൻസ് കല്യാണം, അല്ലെങ്കിൽ എന്താ പറയാ നല്ലൊരു മുസ്ലിം കല്യാണം, ഇതുപോലെ പ്രോഗ്രാമുകളൊക്കെ ഫംഗ്ഷൻസ് ഒക്കെ വെക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ഏറ്റവും കൂടുതൽ ഇപ്പൊ ബോയ്സ് ആണെന്ന് പറഞ്ഞാലും ഗേൾസ് ആണെന്ന് പറഞ്ഞാലും നമുക്കും ഉണ്ട് പെങ്ങന്മാരും ചേട്ടന്മാരും ബ്രദേഴ്സ് എല്ലാവരും ഞങ്ങൾ ഗ്യാങ് ആയിട്ട് കഴിക്കുമ്പോൾ അവിടെ ഒരു പാത്രത്തിൽ ഏറ്റവും കൂടുതൽ തീരുന്ന ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഈ ബീഫാണ്. അല്ല മറ്റു സാധനങ്ങൾ ഒന്നും അല്ല. പ്രത്യേകിച്ച് ഞങ്ങൾ പത്തനംതിട്ട കൊല്ലം ഏരിയയിലുള്ളവർക്ക് മീനൊക്കെ പിന്നെ ഉണ്ട്, മീനാണ് മെയിൻ. എങ്കിൽ പോലും ഞങ്ങളുടെ ബീഫാണ് ഞങ്ങൾ മെയിനായിട്ട് തീർക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് കേരള സ്റ്റോറി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതേ ഉള്ളൂ പറയാൻ. അടുത്ത എന്തായാലും നോക്കാം. ഡോക്ടർ സ്നേഹ സംഗീത. ചെറുപ്പം മുതലേ ബീഫ് കഴിക്കാത്ത ഏതൊരാൾക്കും ബീഫ് ഓഫർ ചെയ്യുമ്പോൾ അവര് സ്വാഭാവികമായി ഇങ്ങനെ തന്നെയായിരിക്കും പ്രതികരിക്കുന്നത്. ശരിയാണ്, കുറെ പേര് അങ്ങനെ കഴിക്കണമെന്നില്ല. ചെറുപ്പത്തിൽ കഴിക്കാത്ത ആൾക്കാരുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അവൾ ഇതുപോലെ ബീഫ് കഴിക്കൂല. എന്താ പറയാ ചിക്കൻ മാത്രമേ ഉള്ളൂ. ആള് ജിമ്മിൽ പോകുന്ന പരിപാടിയാണെന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രോട്ടീന് വേണ്ടി കഴിക്കുന്നത് ചിക്കൻ അല്ലെങ്കിൽ മുട്ട. ഇപ്പോൾ പുള്ളിക്കാരത്തേക്ക് എന്തോ അലർജി വന്നിട്ടുണ്ട്, ചിക്കനും കഴിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് മുട്ട മാത്രമേ കഴിക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അതായത് ബീഫ് കഴിച്ച് ശീലമില്ല. ബീഫ് എങ്ങനെ അതിന്റെ ടേസ്റ്റ് എന്താ സംഭവം ഒന്നും അറിയത്തില്ല. സോ ബീഫ് കഴിക്കാത്തവരുണ്ട്. അവർക്ക് വേണ്ടുന്നുള്ള ടിപ്സ് ആണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പം മുതലേ 6 മാസം മുതൽ സോളിഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം തൊട്ട് കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ ബീഫ് കൊടുക്കാം, ബീഫ് ബോൺ മാരോ, ബീഫ് ലിവർ, ബീഫ് ബ്രോത്ത്, ഇവയൊക്കെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, എങ്ങനെ കൊടുക്കാം എന്നുള്ള വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട്. പ്ലീസ് ടു വാച്ച്. താങ്ക് യു. അപ്പോ ഡോക്ടർ പറഞ്ഞേട്ടല്ലോ, എല്ലാരും അടപൊട്ടലും ഇട്ടൊക്കെ ഒരുമാതിരി പൊരിക്കുകയാണ് സംഭവം. ഡോക്ടർ പറഞ്ഞതിന്റെ കൂട്ട് കൊച്ചു പിള്ളേർക്കൊക്കെ ഇപ്പോഴേ ആ ടേസ്റ്റ് വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്ത് കൊടുത്തോളി. കാരണം ബുദ്ധിമുട്ടാവും കുറെ കഴിയുമ്പോൾ പിള്ളേർ കഴിച്ചില്ലെങ്കിലും എന്ന് വെച്ചിട്ട്. പൊറോട്ടയിൽ അത് ബീഫ് മാത്രം കൊടുക്കുന്നത് ക്രൂരത തന്നെയാണ്. പിന്നെ അല്ലാണ്ട്
ആ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും കിട്ടില്ലതേ. കഴിക്കില്ലെന്ന് ഉറപ്പാണോ നായിക? അതെ. ഏതായാലും ബീഫ് ഞാൻ എടുത്തോട്ടെ. അയ്യോ എന്റെ പോലെ. അല്ല, ഇതിനകത്ത് കമന്റൊക്കെയാണ് കോമഡി. ഇതുപോലെ ആരെങ്കിലും ബലമായി ബീഫ് കഴിപ്പിക്കാൻ താല്പര്യമുള്ളവർ എന്നെ വിളിച്ചാൽ അധികം ബുദ്ധിമുട്ടില്ല, എന്നെ ഒന്ന് വിരട്ടിയാൽ മതി, ഞാൻ കഴിച്ചോളൂ. എച്ചാതി കമന്റൊക്കെ. അടുത്ത് നോക്ക്. അഖിലൻ ടേബിളിൽ 4 പൊറോട്ടയും കലക്കാർപുട്. ഹലോ ചേട്ടാ, അല്ല NRT ഹോട്ടൽ. അത് കേരള സ്റ്റോറി കണ്ടിട്ട് മനസ്സിലായ പോലെ ബീഫില്ല കേട്ടോ, ബീഫില്ല. ചേട്ടാ അങ്ങനെ പറയല്ലേ, എന്നാ ഒരു ഹാഫ് പോർഷൻ കാണും. ഹാഫ് പോയിട്ട് ഒന്നും എടുക്കില്ല മോനെ. ആൾക്കാർ ചെമ്പൊക്കെ വടിച്ചു തക്കിയിട്ട് പോയി രാവിലെ. ഭയങ്കര റഷ്. ആൾക്കാർ ചെമ്പൊക്കെ പഠിച്ചു വെക്കിട്ടു. അയ്യോ അയ്യോ ചേട്ടാ, എന്നാ പിന്നെ ഒരു കഷ്ണം ഒരു കഷ്ടം പോയിട്ട് ഒരു അരക്കഷ്ടം പോലും എടുക്കാൻ ഇല്ല മോനെ. പറയുന്നത് മനസ്സിലാക്കുക. അതുകൊണ്ടാ ഇതേപോലെ പടം കണ്ടിട്ട് കൊതി മൂത്ത് കുറെ എണ്ണ വിളിക്കുന്നേ. എന്തുവാ ഇത്? രാവിലെ തൊട്ട് ഫോൺ എടുത്തെടുത്ത് എനിക്ക് വയ്യ. ബീഫില്ല. എടാ ഒന്നെങ്കിൽ ചാറ് തരുമോ? ചാറ് ചാറ് ഇടിയപ്പം അല്ലയോ? ഇടിയപ്പം മുട്ടക്കറി. ഹലോ ചേട്ടാ, മുമ്പ് വിളിച്ച ആള് തന്നെയാണ് ചേട്ടാ. ബീഫിന്റെ ചെമ്പ് മണപ്പിച്ചോണ്ട് പൊറോട്ട ഇന്നുള്ള ഓപ്ഷൻ ഉണ്ട് ചേട്ടാ. കേരളത്തിനൊരു അവസ്ഥ. വെള്ളയപ്പം, ഇടിയപ്പം, പാലപ്പം. ആ ടേബിളിൽ 4 പൊറോട്ടയും ഹലോ ചേട്ടാ, അല്ല NRT ഹോട്ടൽ. അത് കേരള സ്റ്റോറി കണ്ടിട്ട് മനസ്സിലായ പോലെ ബീഫില്ല കേട്ടോ, ബീഫില്ല. ചേട്ടാ ബീഫിന്റെ ചെമ്പ് മണപ്പിച്ചുകൊണ്ട് തിന്നാൻ പറ്റുന്നൊരു സെറ്റപ്പ് എല്ലാം ഉണ്ടോ? എന്തൊക്കെയല്ലേ പടച്ചുവിടുന്നേ. ഓക്കെ, അപ്പം മീഡിയ വണ്ണിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് നോക്കാം. സംഭവം പോയിരിക്കുന്നു, പരിധി വിട്ട വെറുപ്പിന്റെ മാക്സിമത്തിലേക്ക് പോയിരിക്കുന്നു. നമുക്ക് എന്തായാലും ഇത് കേരളത്തിൽ മാത്രമായിട്ട് നിരോധിക്കാനൊന്നും പറ്റില്ല. അങ്ങനെ ഇതിന് മുമ്പ് അങ്ങനത്തെ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പത്മാവ് എന്ന സിനിമ വന്നപ്പോൾ ഏതൊക്കെ 2-3 സംസ്ഥാനങ്ങൾ, ഗുജറാത്തും രാജസ്ഥാനൊക്കെ നിരോധിച്ചു. പക്ഷേ കോടതി എടുത്തു കളഞ്ഞു. അങ്ങനെ ഇന്ത്യയിൽ സർട്ടിഫൈ ചെയ്ത സിനിമ സംസ്ഥാനങ്ങൾക്ക് മാത്രമായി നിരോധിക്കാൻ പറ്റില്ല. അവിടെ നിരോധിക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷെ ഞാൻ പറഞ്ഞ ഒരു സ്ട്രോങ് മെസ്സേജ് എന്ന നിലയ്ക്ക് കേരളത്തിൻ്റെ സംസ്ഥാന സർക്കാർ കോടതി പോകണം. കേരളത്തിൽ നടക്കാത്ത, വസ്തുതയുമായി ഒരു ബന്ധവുമില്ലാത്ത, ഒരു ഉദാഹരണവും ചരിത്രത്തിലോ വർത്തമാനത്തിലോ കണ്ടെടുക്കാൻ കഴിയാത്ത വ്യാജം വർഗീയത കേരളത്തെക്കുറിച്ച് പറയുകയും ഈ രാഷ്ട്രത്തിൽ, ഈ രാജ്യത്ത് കേരളത്തെ ഒറ്റപ്പെടുത്തുകയും ആളുകളെ മതപരമായി ഭിന്നിപ്പിക്കുകയും ചെയ്യുന്നു. വസ്തുതാവിരുദ്ധമായ ക്യാമ്പയിൻ നടത്തുന്നു. ശരിയാണ് എന്ന തലക്കെട്ടിൽ അത് തടയണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയിൽ പോകണം. സംഭവം പുള്ളി പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. അതായത് കേരളത്തിൽ വർഗീയത എന്നുള്ള ഒരു സംഭവം കൊണ്ടുവന്ന് തമ്മിൽ തല്ലിപ്പിക്കാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്തതായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലാതെ നമ്മുടെ നാട്ടിൽ ഒന്നും നടക്കുന്നില്ല, ഒരു പ്രശ്നവുമില്ല. ഇനിയിപ്പോൾ ഓണമാണെങ്കിൽ നമ്മൾ ഓണം ഉണ്ടും, ക്രിസ്മസ് ആണെങ്കിൽ ഈ ക്രിസ്ത്യാനികളുടെ കൂടൊപ്പം തന്നെ വന്നിരുന്നിട്ട് നല്ല കള്ളപ്പവും പോർക്കിറച്ചി അല്ലെങ്കിൽ ബീഫ് ഇറച്ചി അല്ലെങ്കിൽ ബീഫ് കറി എന്തെങ്കിലുമൊക്കെ വന്ന് കൂട്ടത്തിൽ നമ്മൾ സഹകരണത്തോടെ വിളിക്കുന്നതാണ്. ഹിന്ദുസിനെ ആണെന്നെങ്കിലും മുസ്ലിംസിനെ ആണെങ്കിലും ഇവിടെ അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ മുസ്ലിംസിന്റെ രീതിയിലുള്ള എന്താ പറയുക, എല്ലാ നോമ്പിന്റെ പ്രോഗ്രാം ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ചെറിയ റാലി ഇങ്ങനെയുള്ള പ്രോഗ്രാമിലൊക്കെ ആണെന്ന് പറഞ്ഞാൽ പോലും എല്ലാ മതസ്ഥരോടെ സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് കേരളത്തിന് എന്താ പറയുക ഒരു ചരിത്രം എന്നുള്ളത്. അല്ലാതെ ഇങ്ങനെയുള്ള ഒരു സംഭവത്തിനെയാണ് എങ്ങനെയാലും തമ്മിൽ തല്ലിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇവിടെ കൊണ്ടുവരുന്നത്. അല്ലാതെ ഇപ്പോൾ ഇതിനകത്തൊന്നും വലുതായിട്ട് തോന്നില്ല. നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കേരള സ്റ്റോറിക്കെതിരെ ആൾക്കാർ കോടതി പോയിരുന്നു ആദ്യഘട്ടം വന്നപ്പോൾ. അന്ന് കോടതി ഇത് അനുമാനങ്ങൾ മാത്രമാണ്, വസ്തുതയുമായി ബന്ധമുള്ളതല്ല എന്ന മറ്റുള്ള ഒരു തലക്കെട്ട് എന്തോ ഒരു ചെറിയ ഡിസ്ക്ലെയിം കൊടുത്ത് ഇത് പടം ഓടിച്ചോളാനാണ് പറഞ്ഞത്. ശരിയാണ്, അന്ന് ഫസ്റ്റ് ഇറങ്ങിയപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് കോടതി സംസാരിച്ചു. ഇതിനെക്കുറിച്ച് പോകുമ്പോഴും അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് കോടതി പറയുമായിരിക്കും. പക്ഷെ നമ്മുടെ ഒരു പൊസിഷൻ എടുത്തവിടെ വെക്കണം. ഈ സംസ്ഥാനം ഒറ്റക്കെട്ടായി ഒരു സർക്കാർ എന്ന നിലയിലും ഒരു ജനത എന്ന നിലയിലും ഈ വക ആഭാസങ്ങളെ ഞങ്ങൾ അംഗീകരിക്കില്ല. ഞങ്ങൾ കോടതിയിൽ പോയി നോക്കും, കോടതിയിൽ തോറ്റുപോയാലും എന്ന സന്ദേശം സർക്കാർ കൊടുക്കണം. അവിടെ എനിക്ക് പിണറായി വിജയൻ ഗവൺമെന്റിനോട് പറയാനുള്ളത്, ഈ വക സംഗതികൾ കേരളത്തെ ആകമാനം അപമാനിക്കുന്നു. പുള്ളിക്കാരൻ പറഞ്ഞത് ശരിയാണ് കേട്ടോ. കാരണം നമ്മൾ ഇങ്ങനെ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ പ്രതിഷേധം അറിയിക്കുന്ന ഒരു വ്യക്തികൾ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ ഉണ്ട് എന്ന് സത്യം പറഞ്ഞു ഇവരൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ആളുകളാ സത്യത്തിൽ അറിയണം. അല്ലെങ്കിൽ വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിക്കുന്നേ. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഇങ്ങനെയുള്ള കുറെ ഷോർട്ട് ഫിലിംസ്, ഇങ്ങനെയുള്ള റീൽസ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരാൻ വേണ്ടി ഇവർക്ക് ഭയങ്കര പ്രചോദനമാവും. എൻ്റെ ഒരു അഭിപ്രായത്തെ അതേ ഉള്ളൂ. പിന്നെ എന്താ പറയാ, ഇദ്ദേഹം പറയുന്നുണ്ട്, സംവിധായകൻ കേരള സ്റ്റോറി 2 വിവാദം, ബീഫ് നിർബന്ധിച്ച് കഴിപ്പിക്കൽ യഥാർത്ഥ സംഭവത്തിന്റെ ആവിഷ്കാരം. ഒന്ന് പോടാപ്പാടുന്നു ചുമ്മാ. സംവിധായകൻ കാവാക്യ നാരായൺ സിംഗ്. സത്യം പറഞ്ഞ ഞാൻ ആദ്യം പറയുന്ന കൂട്ട്
എന്തെങ്കിലും അലർജി ഉള്ള വല്ല കുട്ടിവല്ലോ ആയിരിക്കും, അല്ലെങ്കിൽ എല്ലാ അലർജി ഉള്ള ആളുകൾക്ക് സത്യം പറഞ്ഞാൽ കഴിക്കാൻ പറ്റണമെന്നില്ല, അല്ലെങ്കിൽ ചെറുപ്പത്തിലെ കഴിച്ച് ശീലമില്ലാത്ത വ്യക്തികൾക്ക് ഹാർഡായിട്ടുള്ള മീറ്റ് കഴിക്കണമെന്ന് വലിയ ഇൻട്രസ്റ്റ് കാണത്തില്ല, അല്ലെങ്കിൽ താല്പര്യം കാണത്തില്ല. സംവിധായകന്റെ തന്തയെ മലയാളികൾ മൊത്തം സ്മരിക്കും. സത്യം പറയാണ്, ഇവന്റെ തന്തയ്ക്ക് വിളിക്കുമായിരിക്കും എല്ലാവരും കൂടെ. കണ്ടോ, ശരത്തേട്ട ഇട്ടേക്കുന്നുണ്ട്, ശരത് പരമേശ്വർ, നമ്മുടെ മൂപ്പൻസ് വ്ലോഗ്, താങ്കളുടെ തന്തയെ സ്മരിക്കുന്നു. പിന്നല്ലാണ്ട് എന്താ പറയാ ശരത്തേട്ട. അപ്പോ നമുക്കിനി വേറൊരു സംഭവം കൂടെ കണ്ടു നോക്കാം. नहीं खाऊंगी। ദാ, ഇത് കണ്ടോ. मैं बीफ नहीं खाऊंगी। अबे तुझे नहीं खाना है तो मत खा भाई, हमें क्या फर्क पड़ता है। अगर तुम यहाँ पर मेहमान होकर आ रहे हो और तुम्हें बीफ और परोठा खाना है तो खा लो भाई अपने पैसों से, हम तुम्हें क्यों मुफ्त में देंगे। और दूसरी बात ये है कि हम बीफ ही नहीं खाते हैं, हम पोर्क भी खाते हैं, हम चिकन भी खाते हैं, मटन भी खाते हैं, हम ना सब कुछ खाते हैं। അതാണ്, നമ്മൾ ചിക്കൻ കഴിക്കും, ബീഫ് കഴിക്കും, പോർക്ക് കഴിക്കും, അല്ലെങ്കിൽ മട്ടൻ കഴിക്കും, താറാവ് കഴിക്കും, നമ്മൾ എന്ത് കഴിക്കും, നമ്മളെല്ലാം കഴിക്കും. അത് നമ്മുടെ ഇഷ്ടമാണ്. हमें ना सिर्फ खाना है, क्योंकि हमारे लिए ना खाना ही सब कुछ होता है। तो बोल रहे हैं ना कि केरला में आने से मुझे डर लग रहा है, केरला में ऐसा होता है, केरला में वैसा, तुम लोग मत आओ जो गुड നമ്മളെല്ലാം കഴിക്കും. ഇനി ഇതിന്റെ പേരും പറഞ്ഞിട്ട് കേരളത്തിൽ വരാൻ പേടിയാണെന്നൊക്കെ പറയുന്നവരോട് നമുക്കൊന്നേ പറയാനുള്ളൂ, വരണ്ടടേ, പ്രശ്നമില്ല. खा 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 के यहाँ पर थूक थूक के गंदगी फैलानी है, मत आओ प्लीज, वहाँ पर ही रहो जहाँ पर रह रहे हो। और तुम लोगों को कभी परोठा और बीफ खानी है तो अपने खुद के पैसों से खाओ, ऐसा मत सोचो कि हम तुम्हारे मुंह पे ऐसा मुंह खोलो परोठा बीफ ऐसा फेंक देंगे, नहीं देंगे भाई। तुझे खाना है अपने पैसों से खरीद कर खाओ, हम क्यों तुम्हें मुफ्त में देंगे। നമ്മളെന്തിനു ഫ്രീ ആയിട്ട് തരണം, പൈസ കൊടുത്ത് കഴിക്കും, അല്ല പിന്നെ മണ്ടന്മാരാ ഊക്കിങ് വിടാം. പണ്ടന്മാരാണ് സംഭവം. പുള്ളിക്കാരത്തി പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു, എന്തായാലും പൊളിച്ചു. ഞാൻ കമന്റ് ഇട്ടതാണ്ടെ, അല്ല പിന്നെ ഒന്ന് തന്തയ്ക്ക് വിളിച്ച ഫീല്, പറ്റില്ല ദിലീപ് പറ്റില്ല മിസ്റ്റർ പരിവില്ലാത്ത പറഞ്ഞതിന് വിട്ടൊരു ഡയലോഗ് ഉള്ള പറയും. മുംബൈയിൽ പഠിക്കാൻ വിട്ടത് വെറുതെ ആയില്ല. സൂപ്പർ കമന്റ്. അല്ല പിന്നെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവന്മാർക്ക് ഇങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ഹിന്ദി അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഹിന്ദിയിൽ പറഞ്ഞു കൊടുക്കണം, നമുക്ക് അറിയത്തില്ല, അതുകൊണ്ട് നമ്മൾ മലയാളത്തിൽ പറയുന്നത്. എന്തായാലും ഈ ഒരു ഐഡിയ ആണ് AIWA എന്ന് പറഞ്ഞിട്ട് _ASWA. ഓക്കെ, പുള്ളിക്കാരത്തി നല്ലതായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. ഇതാണ്. അപ്പൊ എന്തായാലും സൂപ്പർ, ഒന്നും പറയില്ല. എനിക്ക് ഇനി അടുത്തായിട്ട് സമാധാനപരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ്. கேரளா சார் 100% லிட்ரேசி சார். அதனால உங்க ஊர்க்காரங்க புரோட்டா பீஃப் கறினா அவ்வளோ அலையறீங்க. ഈ പൊറോട്ടയും ബീഫ് റോസ്റ്റും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മലയാളികൾക്ക് അത് വെറും ഒരു ഭക്ഷണമല്ല, ഒരു വികാരമാണ്. അതിനൊരു തന്നുകൊണ്ട് കുറച്ച് ബീഫ് റോസ്റ്റ് എടുത്ത് ഈ ഡയലോഗ് പറയുമ്പോൾ എന്തായാലും വായിൽ വെള്ളം വരും, ഉറപ്പാണ്. എപ്പോ കണ്ടാലും വായിൽ വെള്ളം വരും. അതൊരു ഇതാണ്. ഇവരിത് എന്തൊക്കെ തള്ളി പറഞ്ഞു, എന്തൊക്കെ ഇങ്ങനെയൊക്കെയാന്ന് പറഞ്ഞാലും നമ്മളിത് കഴിക്കൂ. അതായത് നമുക്കിതൊരു വികാരമാണ്. നല്ല മുരിഞ്ഞൊരു പൊറോട്ട എടുത്ത് അതിൽ ഒരു ചെറിയ പീസ് ഇങ്ങനെ കീറിയെടുത്ത് ചാറിലാക്കി ഒരു വീട്ടിലെ പൊതിഞ്ഞെടുക്കുന്നത് കേരള സാർ ഇതല്ല. ലിറ്ററേസി സാർ. അപ്പൊ എന്തായാലും ഒന്നേ പറയാനുള്ളൂ, പടം ഇറങ്ങും. എന്തായാലും നമ്മുടെ കാര്യങ്ങള് എന്താ പറയാ, നമ്മള് സോഷ്യൽ മീഡിയയിലൂടെയോ അല്ലെ മറ്റു രീതിയിലോ പ്രതികരിക്കേണ്ടത് പ്രതികരിക്കുക. നമുക്ക് കൂടെ കിടന്നുറങ്ങിയപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാല് അഭയം തന്നത് എന്താ പറയാ, മുസ്ലിം സുഹൃത്തുക്കളാണ്, അല്ലെങ്കിൽ ഹിന്ദു സുഹൃത്തുക്കളാണ്. ഞാനൊരു ക്രിസ്ത്യനാണ്. എനിക്ക് പനി പിടിച്ചു കഴിഞ്ഞാൽ എന്നെ ആശുപത്രി കൊണ്ടുപോകുന്നത്. ഞാൻ പല സ്ഥലത്തും പോയി താമസിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ജോലി കാര്യങ്ങളായാലും പഠിക്കുന്ന സമയത്താണെങ്കിലും പല സ്ഥലത്ത് പോയിട്ടുണ്ട്. അപ്പോഴെല്ലാം നമുക്ക് സഹായത്തിനൊക്കെ ഉള്ളത് പല രീതിയിലുള്ള ആൾക്കാരാണ്, പല മതത്തിലുള്ള ആൾക്കാരാണ്. അപ്പൊ കാര്യം എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് അതിന്റെ സ്നേഹമുണ്ട്. ലാസ്റ്റ് ഒന്നുകൂടെ കണ്ടിട്ട് പോകാം. ഏത് കേരള സ്റ്റോറി റിലീസിന് തിയേറ്ററിന് മുന്നിൽ ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ ആഗ്രഹിക്കുന്നവരാണ് 90% മലയാളികൾ. അല്ല പിന്നെ DYFI ബീഫ് ഫെസ്റ്റ്. അതിപ്പോ DYFI എന്ന് മാത്രമല്ല, യൂത്ത് കോൺഗ്രസ് ആയാലും മറ്റേ ഏത് പാർട്ടിക്കാരാണെങ്കിലും, പിന്നെ മറ്റ് ക്ലബ്ബുകാർ, നമ്മുടെ ടീമുകൾ യൂത്തിന്റെ ക്ലബ്ബുകാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഇങ്ങനെ തന്നെ ചെയ്യണം. കേരളത്തിൽ റിലീസ് ചെയ്യുകയാണെങ്കിൽ ഒരു ബീഫ് ഫെസ്റ്റ് എന്റെ ഫ്രണ്ടിൽ നടത്തിക്കുമോ? സെറ്റായിരിക്കും. സ്പോൺസർ ചെയ്യാൻ സത്യം പറഞ്ഞാൽ ഇഷ്ടം പോലെ നല്ല നല്ല ടീമുകൾ വരും. ബീഫ് എന്ന് പറഞ്ഞാൽ പിന്നെ ചുമ്മാ കഴിക്കുക, ഉണ്ടാക്കുക, കഴിക്കുക. അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി പുറകെ തുടങ്ങുക. അതിനകത്ത് വേണമെങ്കിൽ നമ്മൾ ഫണ്ടിറക്കും കുറച്ച്. അല്ല പിന്നെ ഇത് പൊളിക്കും കേട്ടോ. ഇതിനു മുന്നേ ഇങ്ങനെ സംഭവം ചെയ്തായിരുന്നല്ലോ, ഏതോ ഒരു ബാങ്കിലെങ്ങാണ്ട് എന്താ പറയാ, ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ ഇതുപോലെ നോർത്ത് ഇന്ത്യനാണ്. പുള്ളിക്കാരൻ ഇതുപോലെ ബാങ്കിൽ വന്നിട്ട് ഉദ്യോഗസ്ഥരോട് എന്തോ പറഞ്ഞ് ബീഫ് കഴിക്കണമെന്നോ അങ്ങനെ എന്തോ ഒരു സംസാരമുണ്ട്. അപ്പൊ ഇത് എവിടെയോ ഉണ്ടത്. അപ്പൊ ഇവിടുത്തെ സ്റ്റാഫുകൾ ഇതിനോട് ചേർന്നിട്ട് പിറ്റേ ദിവസം ഒരു ബീഫ് ഫെസ്റ്റ് അങ്ങ് വെച്ച്, ഇവരെല്ലാം കൂടെ ബീഫ് വെച്ചിട്ട് ഒരു കിടിലം പരിപാടി അങ്ങ് വെച്ചു. അവന്റെ
ഓടിച്ചുവിട്ട്. എടാ ഇത് ഇഷ്ടമുള്ള ഇന്ത്യയാണ്, ഇത് ഇന്ത്യയാണ് ഗൈസ്. നമുക്ക് എന്ത് കഴിക്കാം, നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് കഴിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് ഉണ്ട്. നീ വേണ്ടാത്തവർ കഴിക്കണ്ട, അലർജി ഉള്ളവർ പ്രത്യേകിച്ച്. ഓക്കെ, അപ്പം ഇത്രയൊക്കെ ഉള്ളു പറയാൻ. നമ്മുടെ ഒരു കേരളം എന്ന് പറയുന്നത് എന്താ പറയുക, ഗോഡ്സ് ഓൺ കൺട്രി ആയിട്ട് തന്നെ മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട്, അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.